സദ്വേഷരണം. എൻ്റെ പേര് അജിത് കുമാർ. മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യപ്പെടുകയാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലെ, അതായത് +2-ലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യ ചാപ്റ്ററിനകത്ത് പഠിച്ചത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. ഫസ്റ്റ് ഇയറിലെ 3-ാമത്തെ ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. ആ പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിന് വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. എങ്ങനെയാണ് ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിന്, ഇപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻവേഴ്സിന് സൈൻ ഇൻവേഴ്സ്, അതിന് മുകളിൽ ഒരു -1 കൊടുക്കുക. കോസിൻ്റെ ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യുന്ന കോസ് റൈസ് ടു -1 എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന രീതി. സൈൻ റൈസ് ടു -1 അല്ലെങ്കിൽ കോസ് റൈസ് ടു -1 ഈ പറയുന്ന ഫോമിലാണ് നമ്മൾ ഇൻവേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? എഫ് റൈസ് ടു -1 എന്ന് എഴുതും, അല്ലെങ്കിൽ ജി റൈസ് ടു -1 എന്ന് എഴുതും. ഇതാണ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എങ്ങനെ ഡിനോട്ട് ചെയ്യും? സൈൻ റൈസ് ടു -1, കോസ് റൈസ് ടു -1. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കപ്പെടുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്, അതായത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യപ്പെടുന്ന ചില സ്പെസിഫിക് ഏരിയാസിൽ മാത്രമേ ഉള്ളൂ. ഈ ആദ്യ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ മാത്രമേ ഇൻവേഴ്സ് കാണത്തുള്ളൂ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഓൺ ടു ഫംഗ്ഷൻ മാത്രമേ എന്ത് കാണത്തുള്ളൂ? ഇൻവേഴ്സ് കാണത്തുള്ളൂ. അപ്പോൾ ഈ ട്രിഗ്നോമെട്രി ഫംഗ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ചില സ്പെസിഫിക് ഏരിയയിൽ മാത്രമേ ഇൻവേഴ്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ചില സ്പെസിഫിക് ഏരിയാസിൽ മാത്രമേ അത് 1 ഓൺ ടു ആയി മാറത്തുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സൈൻ റൈസ് ടു -1 അല്ലെങ്കിൽ കോസ് റൈസ് ടു -1 എന്ന് പറയുന്ന ഫോമിൽ എഴുതി കഴിഞ്ഞാൽ അത് എപ്പോഴും വായിക്കേണ്ട ഇൻവേഴ്സ് എന്നാണ്. സൈൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫോം. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? ഈ പറയുന്ന ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യപ്പെടുന്ന ചില സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയും റേഞ്ച് എന്ന് പറയും. ഒരു ഫംഗ്ഷൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് വിളിക്കുന്ന പേരാണ് ഡൊമെയിൻ. എവിടെയാണോ അതിൻ്റെ ഇമേജസ് വരുന്നത് അതിന് വിളിക്കുന്ന പേരാണ് റേഞ്ച് എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞ മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെയും നിങ്ങൾ വ്യക്തമായി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും കാണാതറിയണം. ഇനിയിപ്പോൾ ഡൊമൈന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതും വിട്ടേക്കാം. ഞാൻ പറയുന്ന റേഞ്ച് എങ്കിലും നിങ്ങൾ കാണാതറിയണം. റേഞ്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ബോർഡിൽ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് എന്നീ ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ച് എഴുതി പോയിരുന്നു. ഡൊമൈനും കാണാതെ അറിയേണ്ടതാണ്, പക്ഷേ തൽക്കാലത്ത് അതിൻ്റെ റേഞ്ച് എങ്കിലും കാണാൻ പഠിക്കാം. അതായത് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? -1 എന്ന് പറയും. അതിൻ്റെ റേഞ്ച്, അതായത് അതിൻ്റെ ഇമേജ് സെറ്റ് വരുന്നത് എപ്പോഴും -π/2 π/2 വരും. ഇതിൻ്റെ റേഞ്ച് എന്നൊരു പേര് പറയും, അല്ലെങ്കിൽ മറ്റൊരു പേര് പറയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. പ്രിൻസിപ്പൽ PIL തന്നെയാണ്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും റേഞ്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ -1 ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ -π/2 π ആണ്. അടുത്ത കോസ് ഇൻവേഴ്സ് പറയുമ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് -1 നിന്ന് 0 π വരും അതിൻ്റെ റേഞ്ച്. രണ്ടാമത് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 6-ൽ നിന്ന് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. സീക്ക് ഇൻവേഴ്സ് എടുക്കുമ്പോൾ R -1 അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പറിനകത്തു നിന്ന് -1 എന്ന് പറയപ്പെടുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ കുറയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഡൊമൈൻ. റേഞ്ച് വരുന്നത് 0 π -π/2. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ R -1 മുതൽ എവിടം വരെയാണ് അതിൻ്റെ റേഞ്ച്? -π/2 സെറ്റ് 0 എന്ന് പറയും. -π/2 π/2 സെറ്റ് 0. കോട്ട് ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ R ആണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 π എന്ന് പറയും. അപ്പോൾ ഇതാണ് ആ ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും. ഈ ഡൊമൈനും റേഞ്ചും വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തതിന് ശേഷം ഈ ബുക്കിനകത്ത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഹെഡിങ് എഴുതുക. അതിനുശേഷം ആദ്യത്തെ കോളം വരച്ച് ഈ ഡൊമൈനും റേഞ്ചും എഴുതണം. അപ്പോൾ ബുക്ക് എടുത്തിട്ട് ചാപ്റ്റർ 2 എഴുതേണ്ട കാര്യം, ഫംഗ്ഷൻ എഴുതണം, ഡൊമൈന്, റേഞ്ച്. റേഞ്ച് അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. റേഞ്ച് എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് എഴുതിയിട്ട് ഇത് വ്യക്തമായി വരച്ച് എഴുതണം. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. അപ്പോൾ ഇത് എഴുതുക തൽക്കാലം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ആദ്യ സെക്ഷൻ. ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും അറിഞ്ഞിരിക്കുക. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഡൊമൈനും റേഞ്ചും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെക്സ്റ്റ് ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് എടുത്ത് വെച്ചേക്കണം. ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ ഈ തവണ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയാണ്.
ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ ഈ പറയുന്ന റേഞ്ച് അല്ലെങ്കിൽ വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്ന് ചെയ്തു നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ എക്സസൈസിൽ രണ്ടാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ എക്സസൈസ് ആണ്. 2.1 എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ 1 എന്ന് പറഞ്ഞ് എഴുതിക്കോണം. 2.1 എക്സസൈസ് ആണ്. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഫോളോയിങ്. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്ന ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്നാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കുക. ചെയ്യുന്ന രീതി മനസ്സിലാക്കണം. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കുക. അങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെറ്റ് എന്ന് പറയുന്ന വാക്ക് കൊടുത്തത്. ലെറ്റ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. അടുത്ത സ്റ്റെപ്പിൽ ആ സൈൻ ഇപ്പുറത്ത് വരട്ടെ, ആര് വരും, സൈൻ y ഈസ് ഈക്വൽ ടു -1/2. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സൈൻ്റെ ഏത് വിലയാണ് 1/2 വരുന്നതെന്ന് ചിന്തിക്കണം. സൈൻ്റെ ഏത് വിലയാണ് 1/2? സൈൻ കഴിഞ്ഞ വർഷത്തെ ട്രിഗണോമെട്രിക് ഫോർമുല അന്ന് പഠിക്കാത്തവരെ ഇന്നെങ്കിലും പഠിക്കുക. ഇത്രയും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫോർമുല ഇനിയും വ്യക്തമായി പഠിക്കണം. സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90, അതുപോലെ തന്നെ കോസിൻ്റെയും ടാനിൻ്റെയും സ്റ്റാൻഡേർഡ് ആംഗിൾ പഠിക്കണം. എന്നാൽ ഇത് ചെയ്യാൻ പറ്റൂ. സൈൻ y ഈസ് ഈക്വൽ ടു -1/2. സൈൻ്റെ ഏത് വിലയാണ് 1/2 വരുന്നതെന്ന് ചിന്തിക്കണം. സൈൻ്റെ 30 ഡിഗ്രിയാണ്. 30ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, സൈൻ π/6. സൈൻ π/6. സൈൻ 30യുടെ വിലയാണ് 1/2. ഈ മൈനസ് വെളിയിലുണ്ട്, അത് അതുപോലെ തന്നെ കൊടുത്തു. അതായത് മൈനസ് സൈൻ π/6 എന്ന് എഴുതും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതും സൈൻ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് -π/6 എഴുതാം. കാരണം എന്താണ്, സൈൻ ഓഫ് -θ ഈസ് ഈക്വൽ ടു -sin θ എന്ന് വ്യക്തമായിട്ട് അറിയാം. അതും കഴിഞ്ഞ വർഷം പഠിക്കുന്ന ഫോർമുലയാണ്. സൈൻ ഓഫ് -θ എന്താണ്, -sin θ ആണ്. അതുകൊണ്ട് നമ്മൾ -sin π/6 എങ്ങനെ എഴുതിയ സൈൻ ഓഫ് -π/6 എന്ന് എഴുതാം. ഇപ്പോൾ എന്താണ്, സൈൻ y ഈസ് ഈക്വൽ ടു സൈൻ -π/6. രണ്ട് സൈഡിലും സൈൻ ഫംഗ്ഷൻ ക്യാൻസൽ ആയി മാറും. ബാക്കി എന്ത് വരും, y ഈസ് ഈക്വൽ ടു -π/6 എന്ന് വരും. y ഈസ് ഈക്വൽ ടു -π/6. ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ -π/6 എന്ന് പറയുന്ന സൈൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നോക്കണം. സൈൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാ, -π/2 മുതൽ π/2 വരെ. അതിനിടയിലാണോ എന്ന് നോക്കണം. ഇവിടെ കുഴപ്പമൊന്നുമില്ല, അതിനിടയിലാണ് -π/2 മുതൽ π/2 വരെ. -π/2 എന്ന് പറഞ്ഞാൽ -90 മുതൽ +90 വരെ. ഇത് എത്രയാണ്, -30 വരും. 180 എന്താണ് 6, അതായത് -30 നിശ്ചയമായിട്ടും -90നും +90നും ഇടയിൽ വരുന്നതാണ്. അങ്ങനെ വന്നതുകൊണ്ട് ഇത് തന്നെയാണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞ് ഓർപ്പിക്കാൻ. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ വരണമെന്നൊന്നുമില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം. തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കണം. y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. അടുത്ത സ്റ്റെപ്പിൽ സൈനെ കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അതായത് സൈൻ y ഈസ് ഈക്വൽ ടു -1/2. ഇനി സൈൻ്റെ ഏത് വിലയാണ് 1/2 വരുന്നതെന്ന് ചിന്തിക്കണം. സൈൻ്റെ ഏത് വിലയാണ്, സൈൻ 30 ആണ്. സൈൻ 30ക്ക് വിളിക്കുന്ന പേരാണ് π/6. അതായത് -sin π/6. എന്ത് ചെയ്തു, സൈൻ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് -θ എന്ന് പറഞ്ഞാൽ -sin θ. ഇവിടെ മൈനസ് ഇട്ടിട്ട് ഈ സൈനോടെ ക്യാൻസൽ ചെയ്യില്ല. സൈൻ ഓഫ് ഒരു ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മറ്റൊരു ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സൈൻ ഓഫ് ഒരു ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മറ്റൊരു ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ കോസ് ഓഫ് ഒരു ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു കോസ് ഓഫ് മറ്റൊരു ക്വാണ്ടിറ്റി. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് കോസും സൈനും ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മൈനസ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാനും മൈനസ് അവിടെ ഇട്ടിട്ട് സൈൻ മാത്രമൊന്നും ക്യാൻസൽ ചെയ്ത് കളയല്ലേ. അപ്പോൾ ഇതിനെ സൈൻ ഓഫ് എന്ന് എഴുതുമ്പോൾ എന്തുവരും, സൈൻ ഓഫ് -π/6. ഏത് പ്രോപ്പർട്ടിയാണ്, കഴിഞ്ഞ വർഷം പഠിക്കുന്ന സൈൻ ഓഫ് -θ ഈസ് ഈക്വൽ ടു -sin θ വെച്ച്. അപ്പോൾ എന്തുവരും, y ഈസ് ഈക്വൽ ടു -π/6. -π/6 എന്ന് പറഞ്ഞാൽ -30. അത് നിശ്ചയമായിട്ടും ഏതാണ്, -90ക്കും +90ക്കും ഇടയിൽ വരുന്ന ഒരു സൊല്യൂഷനാണ്. സോ ദി പ്രിൻസിപ്പൽ വാല്യൂസ് ഏതാണ്, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2 ഈസ് ഈക്വൽ ടു -π/6. എപ്പോഴും എല്ലാ പരീക്ഷയ്ക്കും പ്രിൻസിപ്പൽ വാല്യൂ, ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി എക്സാമിനും ഈ പറഞ്ഞ പ്രിൻസിപ്പൽ വാല്യൂ ചോദിച്ചാണ്. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന അറിയണം. അതിലെ ആദ്യ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. എക്സസൈസ് നമ്പർ 2.1 ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് ഇൻവേഴ്സ് √3/2. കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ എന്ന് വിളിക്കണം. ലെറ്റ് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് √3/2.
അടുത്ത സ്റ്റെപ്പിൽ കോസിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പുറത്തോട്ടും കൊണ്ടുവരും. ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ആര് വരും, കോസ് വൈ ഈസ് ഈക്വൽ ടു √3/2. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കോസിൻ്റെ ഏത് വിലയ്ക്കാണ് √3/2 വരുന്നതെന്ന് ചിന്തിക്കണം. കോസിൻ്റെ ഏത് വിലയ്ക്കാണ് √3/2 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു sin 0, sin 30, sin 45, അതുപോലെ 90, 60 സ്റ്റാൻഡേർഡ് വാല്യൂസ് സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും കാണാതെ അറിഞ്ഞിരിക്കണം. ഇത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. അത് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുവരെ പഠിക്കാത്ത ആളുകൾ ഇനിയെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കോസ് വൈ ഈസ് ഈക്വൽ ടു √3/2. കോസിൻ്റെ ഏത് വിലയാണ് √3/2 എന്ന് പറഞ്ഞാൽ കോസ് 30 ആണ്. അതായത് കോസ് എത്ര കിട്ടും, π/6. കോസ് 30 ആണ് √3/2. അപ്പോൾ കോസ് വൈ ഈസ് ഈക്വൽ ടു കോസ് π/6. വൈ ഈസ് ഈക്വൽ ടു ആര് വരും, വൈ ഈസ് ഈക്വൽ ടു π/6 എഴുതാം. അത് നിശ്ചയമായിട്ടും കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0π ആണ്. അപ്പോൾ സോ π/6 എലമെൻറ്റ് ഓഫ് ഏത് വരും, 0π. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് √3/2, കോസ് വൈ ഈസ് ഈക്വൽ ടു √3/2. കോസിൻ്റെ ഏത് വിലയാണ് √3/2 വരുന്നതെന്ന് ചിന്തിക്കണം. കോസ് ഏതാണ്, കോസ് 30 ആണ്. കോസ് 30 ആണ് കോസ് π/6 കൊടുത്തത്. ദാറ്റ് ഈസ് കോസ് 30. കോസ് 30ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് √3/2. വൈ ഈസ് ഈക്വൽ ടു π/6 എലമെൻറ്റ് ഓഫ് 0π. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2.1 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത എഴുതുന്നത് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ കൊസീക്ക് y ഈസ് ഈക്വൽ ടു ആര് വരും, 2 എന്ന് എഴുതാം. കൊസീക്കിൻ്റെ റെസിപ്രോക്കലാണ്, കഴിഞ്ഞ വർഷം പഠിക്കുന്നതാണ്. കൊസീക്കിൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ആര് വരും, 1/sin തീറ്റ. അല്ലെങ്കിൽ കൊസീക്ക് വൈക്ക് പകരം എന്ത് കൊടുക്കാം, sin y ഈസ് ഈക്വൽ ടു 1/2. സൈൻ്റെ ഏത് വിലയാണ് 1/2 വരുന്നതെന്ന് ചിന്തിക്കണം. sin 30 ആണ് 1/2. അപ്പോൾ എന്ത് വരും, sin y ഈസ് ഈക്വൽ ടു sin sin 30ക്ക് വിളിക്കാവുന്ന പേര് π/6. y ഈസ് ഈക്വൽ എന്ന് വിളിക്കാം π/6. π/6 നിശ്ചയമായിട്ടും -π/2 π/2 ഇടയിൽ വരുന്ന വാല്യൂ ആണ്. സോ ദി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആരാണ്, π/6 ആണ്. π/6 -π/2നും π/2നും ഇടയിൽ വരുന്ന വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എത്ര ആയി മാറി, π/6. അപ്പോൾ ആ π/6ഉം കാണാതെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും ചെയ്തത് മനസ്സിലാക്കുക. ബുക്കിനകത്ത് എഴുതി പോകണം. അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ബുക്കിനകത്ത് എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് വേണം ബാക്കി ചെയ്തു പോകാൻ. ഓക്കെ, അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. tan ഇൻവേഴ്സ് ഓഫ് -√3. tan ഇൻവേഴ്സ് ഓഫ് -√3. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈസ് ഈക്വൽ എന്ന് വിളിക്കണം. നമ്മൾ y ഈസ് ഈക്വൽ എന്ന് വിളിച്ചു. y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് -√3. അല്ലെ tan y ഈസ് ഈക്വൽ ആര് വരും, tan y ഈസ് ഈക്വൽ ടു -√3. ടാൻ്റെ ഏത് വിലയാണ് √3 എന്ന് ചിന്തിക്കണം. ടാൻ്റെ ഏത് വിലയാണ് √3 എന്ന് പറഞ്ഞാൽ tan 60 ആണ്. tan 60 ഞാൻ നേരത്തെ പറഞ്ഞാണ്. 0, 30, 45, 60, 90 ഇത് കാണാൻ അറിയണമെന്ന് പറഞ്ഞു. അത് പഠിച്ചോണം. കഴിഞ്ഞ വർഷത്തെ വാല്യൂസ് ആണ്. അപ്പോൾ tan y ഈസ് ഈക്വൽ ടു ടാൻ്റെ ഏത് വിലയാണ് √3 എന്ന് ചോദിച്ചാൽ tan 60 ആണ്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കാം, മൈനസ് അതുപോലെ ഇട്ടേക്കണം, tan 60. tan ഓഫ് മൈനസ് തീറ്റയുടെ വില നമുക്കറിയാം. tan ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് tan തീറ്റയാണ്. അതനുസരിച്ച് ഇതിനെ എങ്ങനെ എഴുതാം, tan y ഈസ് ഈക്വൽ ടു tan ഓഫ് 60ക്ക് വിളിക്കാവുന്ന പേരാണ് -π/3. y ഈസ് ഈക്വൽ ടു tan y ഈസ് ഈക്വൽ ടു tan ഓഫ് -π/3. രണ്ട് സൈഡിൽ നിന്നും tan എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യാം. y ഈസ് ഈക്വൽ ടു -π/3 എന്ന് എഴുതാം. -π/3 എലമെൻറ്റ് ഓഫ് -π/2, π/2. കാരണം ഇത് -tan 60 ആണ്. -60 എന്ന് പറയുന്നത് -90നും ഇടയിൽ വരുന്ന ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂവിന് യാതൊരു വ്യത്യാസവുമില്ല. y ഈസ് ഈക്വൽ ടു -π/3 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇപ്പം ഞാൻ 4 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു ഫോർമാറ്റ് മനസ്സിലായല്ലോ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ സെക്ഷൻ, അതായത് 2.1 എന്ന് പറയുന്ന സെക്ഷൻ ചെയ്യുന്നതിനകത്ത് കോസിൻ്റെ നെഗറ്റീവ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ആ ഒരു പ്രശ്നം മാത്രമേ ഈ എക്സസൈസിനകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യപ്പെടുത്തുള്ളൂ. കാരണം കോസ് ഓഫ് മൈനസ് തീറ്റയും അതുപോലെ സീക്ക് ഓഫ് മൈനസ് തീറ്റയും എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് തീറ്റയും സീക്ക് തീറ്റയും. കോസിനെയും സീക്കിനെയും നെഗറ്റീവ് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല. കാരണം കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്, കോസ് തീറ്റയാണ്. സീക്ക് ഓഫ് മൈനസ് തീറ്റ എന്താണ്,
സീക്ക് തീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് കോസും സീക്കും നെഗറ്റീവ് ആകുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്തു, ലെറ്റ് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. അപ്പോൾ കോസ് y ഈസ് ഈക്വൽ ടു ആര് വരും, -1/2. കോസിൻ്റെ ഏത് വിലയാണ് 1/2 വരെ നോക്കണം, cos 60 ആണ് 1/2. അപ്പം -cos 60 എന്ന് പറഞ്ഞാൽ -cos π/6 എന്ന് എഴുതാം. അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ എന്ത് വിളിക്കാം, cos y ഈസ് ഈക്വൽ ടു കോസ് നെഗറ്റീവ് ആകുന്നു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, cos -cos π/6. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കോസ് നെഗറ്റീവ് ആകുന്ന ലീസ്റ്റ് ക്വാഡ്രന്റ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും പോസിറ്റീവാണ്. കോസ് നെഗറ്റീവ് ആകുന്ന ലീസ്റ്റ് ക്വാർട്ടറിൽ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ ഈ പറയുന്ന വില എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, cos π/6 കിട്ടണം. cos π/6 കിട്ടാൻ എന്ത് ചെയ്യണം, π - π/6. cos 180 - θ എന്തായിക്കോളും, -cos θ ആയിക്കോളും. ഏത് ഫോർമുലയാണ്, cos 180 - θ. cos 180 - θ എന്ന് പറഞ്ഞാൽ -cos θ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് ചോദിക്കാം, തേർഡ് ക്വാർട്ടറിലും കോസ് നെഗറ്റീവ് അല്ലേ, ഫോർത്തിലും ഫസ്റ്റിലും മാത്രമേ കോസ് പോസിറ്റീവ് ആവുമല്ലോ. അങ്ങനൊരു ചോദ്യം ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു, ലീസ്റ്റ് ക്വാർട്ടറിനാണ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡിലും തേർഡിലും കോസ് നെഗറ്റീവാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ എടുക്കുന്ന ലീസ്റ്റ് ക്വാർട്ടറിനാണ്. സെക്കൻഡും തേർഡും ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാർട്ടറിന് എടുക്കും, സെക്കൻഡ് ക്വാർട്ടറിന് എടുക്കും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത്, π - π/6 അല്ലെങ്കിൽ cos y ഈസ് ഈക്വൽ എന്ന് വിളിക്കാം, cos 6π - π 5π/6 അല്ലെങ്കിൽ y ഈസ് ഈക്വൽ എന്ന് വിളിക്കാം 5π/6. 5π/6 എന്ന് പറയുന്നത് കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ നോക്കണം, 0യ്ക്കും പൈക്കും ഇടയിൽ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇതെന്ന് പറയുമ്പോൾ π/6 എന്ന് പറഞ്ഞാൽ 30 ആണ്. π/6 എന്ന് പറഞ്ഞാൽ 30 × 5 150 വരും. 150 0യ്ക്കും 180നും ഇടയിൽ വരുന്നതാണ്. അപ്പോൾ കോസ് നെഗറ്റീവ് ആകുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, cos of -θ എപ്പോഴും cos θയാണ്, സീക്ക് ഓഫ് -θ എപ്പോഴും എന്താണ്, സീക്ക് തീറ്റ. അതുകൊണ്ട് കോസും സീക്കും നെഗറ്റീവ് ആകുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അടുത്തിപ്പോൾ നമ്മൾ ചെയ്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ tan inverse of -1. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലെറ്റ് y ഈസ് ഈക്വൽ ടു tan inverse of -1 എന്നെഴുതാം, അല്ലെങ്കിൽ tan y ഈസ് ഈക്വൽ എന്ന് വിളിക്കാം -1 എഴുതാം. ടാൻ്റെ ഏത് വിലയാണ് 1 വരുന്നതെന്ന് ചിന്തിക്കണം. tan y ഈസ് ഈക്വൽ ടു tan π/4 ആണ്. നെഗറ്റീവ് പുറത്ത് അതുപോലെ ഉണ്ട്. ഞാൻ മുമ്പേ എഴുതി കാണിച്ച റിസൾട്ട് ഏതാണ്, tan of -θ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും -tan θയാണ്. അതുകൊണ്ട് tan y ഈസ് ഈക്വൽ എന്ന് വിളിക്കാം, tan y ഈസ് ഈക്വൽ tan of ആര് വരും, -π/4. tan y ഈസ് ഈക്വൽ ടു tan of -π/4 എന്നായി മാറും. അല്ലെങ്കിൽ y ഈസ് ഈക്വൽ എന്ന് വിളിക്കാം -π/4. π/4 നിശ്ചയമായിട്ടും -π/4 എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഏതിനും ഇടയ്ക്ക് വരുന്നതാണ്, -90നും +90നും ഇടയിൽ വരുന്ന ഒരു സൊല്യൂഷനാണ്. സോ സൊല്യൂഷൻ എത്ര വരും, y ഈസ് ഈക്വൽ ടു -π/4. ഫോർമുല ഓർമ്മയിരിക്കണം, tan of -θ -tan θ ആയതുകൊണ്ടാണ് മനഃപൂർവ്വം -tan π/4നെ tan of -π/4 അങ്ങനെ ആക്കിയതിന് ശേഷം മാത്രമേ ടാൻ ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും ഒക്കെ ക്യാൻസൽ ചെയ്യപ്പെടാൻ പാടുള്ളൂ. സോ ദി ആൻസർ ഈസ് എത്ര കിട്ടും, -π/4 നിശ്ചയമായിട്ടും ഏതിന് വരുന്നതാണ്, ഈ പറഞ്ഞ ടാൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് വരുന്നതാണോ എന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് വരുന്ന ഒരു വാല്യൂ ആണ് -π/4 എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, y ഈസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3. വേണമെങ്കിൽ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് വരും സീക്ക് ഇൻവേഴ്സ് 2/√3, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ചെയ്യാം, സീക്ക് y ഈസ് ഈക്വൽ ടു 2/√3. ഇതിനെ എന്ത് ചെയ്യാം, cos y ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് cos √3/2 എന്നായി മാറും. cos y ഈസ് ഈക്വൽ ടു √3/2. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ നെഗറ്റീവ് ഒന്നുമില്ല, കോസ് നെഗറ്റീവ് സീക്ക് നെഗറ്റീവ് ഒക്കെ വന്നാൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇവിടെ പോസിറ്റീവ് വാല്യൂസ് ആണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ cos y ഈസ് ഈക്വൽ ടു കോസിൻ്റെ ഏത് വിലയാണ് √3/2 വരുന്നതെന്ന് നോക്കണം, cos π/6 ആണ്. cos 30 ആണ് √3/2 എന്ന് പറയുന്നത്, cos 30 π/6 ആണ് 30. അപ്പോൾ y ഈസ് ഈക്വൽ എന്ത് വിളിക്കാം, y ഈസ് ഈക്വൽ രണ്ട് സൈഡിൽ നിന്ന് കോസ് ഫംഗ്ഷൻ ക്യാൻസലായി മാറും. y ഈസ് ഈക്വൽ π/6 എന്ന് വരും. π/6 എന്ന് പറഞ്ഞാൽ ഏതിന് ഇടയ്ക്ക് വരുന്നതാണ്, 0യ്ക്കും പൈക്കും ഇടയിൽ, 0യ്ക്കും 180ക്കും ഇടയിൽ വരുന്ന ഒരു വാല്യൂ ആണ് ഈ പറഞ്ഞ 30 എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും, അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ π/6 ആണ്. കോസ് അല്ലെങ്കിൽ സീക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, കോസും സീക്കും നെഗറ്റീവ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ സീക്കാണ്, അതിനെ കൂടെ ഞാൻ കോസിലാക്കി ചെയ്തു എന്ന് മാത്രം. ഓക്കെ,
അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3 ആണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3. കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? y ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് 3, അല്ലെങ്കിൽ കോട്ട് y ഈസ് ഈക്വൽ ടു റൂട്ട് 3, അല്ലെങ്കിൽ ടാൻ y ഈസ് ഈക്വൽ ടു 1/√3. ടാൻ y ഈസ് ഈക്വൽ ടു ടാൻ്റെ ഏത് വിലയാണ് 1/√3 വരുന്നതെന്ന് ചിന്തിക്കണം. ടാൻ്റെ ഏത് വിലയാണ് 1/√3 എന്ന് പറഞ്ഞാൽ ടാൻ 30 ആണ്. അതായത് ടാൻ π/, എത്രയാണ്? 6 എന്ന് വരും. ടാൻ y ഈസ് ഈക്വൽ ടു ടാൻ π/6 എന്ന് വരും. അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു π/6. ടാൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വരുന്നത് -π/2, π/2. കുഴപ്പമൊന്നുമില്ല, അതിനെ കറക്റ്റാക്കി എഴുതാൻ പറ്റും. -π/2നും π/2നും ഇടയിൽ വരുന്ന വാല്യൂ ആണ് ഈ പറഞ്ഞ π/6. ഈ പ്രിൻസിപ്പൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു, കാണാതെ അറിഞ്ഞിരിക്കണം. സൈൻ്റെയും സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ടാൻ ഇൻവേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വ്യക്തമായി കാണാതറിയാം. എന്നാൽ മാത്രമേ ഇതിങ്ങനെ സുഗമമായിട്ട് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ y ഈസ് ഈക്വൽ ടു π/6. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ വരുന്നത് π/6 ആണ്. ടാനും സൈനൊന്നും വലിയ പ്രശ്നം വരത്തില്ല. കോസിൻ്റെ നെഗറ്റീവും സീക്കൻ്റെ നെഗറ്റീവും മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇപ്പം നമ്മൾ ചെയ്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് -1/√2 ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് -1/√2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് -1/√2, അല്ലെങ്കിൽ കോസ് y ഈസ് ഈക്വൽ എന്ന് വിളിക്കാം -1/√2. കോസിൻ്റെ ഏത് വിലയാണ് 1/√2 വരുന്നതെന്ന് ചിന്തിക്കണം. കോസ് 45 ആണ്, പക്ഷേ കോസ് നെഗറ്റീവാണ്, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കോസിന് നെഗറ്റീവ് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. മൈനസ് അതുപോലെ ഇട്ടതിന് ശേഷം ഞാൻ കോസ് π/4 എഴുതി. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കോസ് നെഗറ്റീവ് ആകുന്ന ലീസ്റ്റ് ക്വാഡ്രൻ്റ് ഏതാണോ അത് ചിന്തിക്കണം. കോസ് നെഗറ്റീവ് ആകുന്ന ലീസ്റ്റ് ക്വാഡ്രൻ്റ് ഏതാണോ അതാണ് നമുക്ക് വേണ്ടത്. കോസ് നെഗറ്റീവ് ആകുന്ന ലീസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് എന്തായി മാറും? നെഗറ്റീവായി മാറും. അപ്പോൾ അത് വരും കോസ് π-π/4 എന്ന് എഴുതാം. കോസ് π-π/4, കാരണം കോസ് 180 - θ എന്തായിക്കോളും? കോസ് θ ആയി മാറിക്കോളും. അപ്പോൾ കോസ് y ഈസ് ഈക്വൽ ടു കോസ് എത്ര കിട്ടും? 3π/4 എന്നായി മാറും. അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ആര് വിളിക്കാം? 3π/4, എന്ത് വിളിക്കാം? എലമെൻറ്റ് ഓഫ് ഏതാണ്? കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വെച്ചാൽ 0യ്ക്കും πയ്ക്കും ഇടയിൽ, 0യ്ക്കും 180ക്കും ഇടയിൽ വരുന്ന സൊല്യൂഷനാണ്. കാരണം π/4 എന്ന് പറഞ്ഞാൽ 45, 45 × 3 എന്ന് പറഞ്ഞാൽ 135 വരും. സ്വാഭാവികമായിട്ടും 0യ്ക്കും 180ക്കും ഇടയിൽ വരുന്ന ഒരു സൊല്യൂഷനാണ്. കോസിൻ്റെ നെഗറ്റീവ് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. ലീസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഉള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, അടുത്ത 10ാമത്തെ. ഇപ്പം നമ്മൾ ചെയ്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2 ആണ്. y ഈക്വൽ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2, അല്ലെങ്കിൽ കൊസീക്ക് y ഈസ് ഈക്വൽ ടു -√2, അല്ലെങ്കിൽ സൈൻ y ഈസ് ഈക്വൽ ടു -1/√2. സൈന് നെഗറ്റീവാന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. കോസിനും സീക്കും നെഗറ്റീവ് മാത്രം വളരെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈൻ y ഈസ് ഈക്വൽ ടു എന്ന് വിളിക്കാം -sin π/4 എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? രണ്ട് സൈഡിലും സൈൻ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. സൈൻ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് -π/4. കാരണം സൈൻ ഓഫ് -θ എന്താണ്? സൈൻ ഓഫ് -θ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. സൈൻ ഓഫ് -θ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. രണ്ട് സൈഡിൽ നിന്നും സൈൻ ക്യാൻസലായി മാറും. y ഈസ് ഈക്വൽ ടു -π/4. സൈൻ്റെ വില -π/4 എന്ന് പറയുമ്പോൾ -π/2ൻ്റെയും π/2ൻ്റെയും ഇടയിൽ വരുന്ന ഒരു വാല്യൂ ആണ് ഈ പറഞ്ഞ y ഈസ് ഈക്വൽ ടു -π/4 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം. y ഈസ് ഈക്വൽ ടു -π/4 എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അപ്പം ഞാൻ പറഞ്ഞത് 2.1 എന്ന് പറയുന്ന സെക്ഷനിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽസ് വാല്യൂ ബ്രാഞ്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഡൊമൈൻ അറിഞ്ഞിരിക്കണം. ഒരു ഫംഗ്ഷൻ എവിടെ നിന്നാണോ ഡിഫൈൻ ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ, എവിടെയാണ് അവസാനിക്കപ്പെടുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. പ്രത്യേകിച്ച് ഈ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് തുടങ്ങിയ ഫംഗ്ഷൻ്റെ റേഞ്ച് നന്നായിട്ട് കാണാൻ അറിയണം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷം പഠിക്കാത്ത ആളുകളുണ്ട്, കുറേ ഉഴപ്പന്മാരായിട്ടുള്ള ആളുകളും ഉഴപ്പികളുമുണ്ട്. അപ്പോൾ അവർ വ്യക്തമായി ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഫോർമുലാസ് ഈ സമയത്ത് ഇരുന്ന് കാണാതെ പഠിക്കുക. സൈൻ 60, സൈൻ 30, സൈൻ 45 അതുപോലെ കോസിൻ്റെയും ടാൻ്റെയൊക്കെ വാല്യൂസ് പഠിച്ചാൽ മാത്രമേ ഈ ക്ലാസ്സിൽ മാത്രമല്ല ഇനിയുള്ള ക്ലാസ്സുകളിലും നമുക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ 10 ക്വസ്റ്റ്യൻ ചെയ്തു പോയത്, പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ,
അപ്പോൾ നമ്മൾ പുതിയ ഒരു സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമ്മൾ പഠനം ആരംഭിച്ചിരിക്കുകയാണ്. അതിലെ ഒരു ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ വാട്സപ്പിലൂടെ നമ്മൾ സംവേദിച്ച് കഴിഞ്ഞു. അതിൻ്റെ സൊല്യൂഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇത് രണ്ടാമത് നമ്മൾ യൂട്യൂബ് വഴി ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. മിക്കവാറും പുസ്തകം ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പുസ്തകത്തിലെ എല്ലാ ക്വസ്റ്റും ഞാൻ ചെയ്തു പോവുകയാണ്, ക്വസ്റ്റ്യൻ ഉൾപ്പെടെ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഹെഡിങ് എഴുതുക. ഈ പറഞ്ഞ ഡൊമൈൻ റേഞ്ച് ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റിനും ബുക്ക് എടുത്ത് ചെയ്ത് പഠിക്കുക. ഇതേ ഫോമിലാണ് നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കണം. 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് അസൈൻമെൻറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ക്വസ്റ്റ്യൻ തരികയാണ്. 10 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇതാ പുസ്തകത്തിലെ NCERT എക്സസൈസിലെ 2.1 11ഉം 12ഉമാണ്. അത് വ്യക്തമായി ചെയ്തു നോക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ പലതിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ഞാൻ ചെയ്ത് കാണിച്ചു. ഇതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ടാൻ ഇൻവേഴ്സ് 1/2, കോസ് ഇൻവേഴ്സ് -1/2, ടാൻ ഇൻവേഴ്സ് 1/2 അല്ല, സോറി, ടാൻ ഇൻവേഴ്സ് 1 ആണ് കേട്ടോ. ടാൻ ഇൻവേഴ്സ് 1, കോസ് ഇൻവേഴ്സ് -1/2, സൈൻ ഇൻവേഴ്സ് -1/2. ഓരോന്നിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് കൂട്ടുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. രണ്ടാമത്തെ അതുപോലെയാണ്. കോസ് ഇൻവേഴ്സ് 1/2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക, പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക. ആംഗിൾ ആയിരിക്കും, ഇത് രണ്ടും ആംഗിൾ ആയിരിക്കും. ഇതിൻ്റെ ആംഗിളിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി എഴുതാൽ അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഇത് രണ്ടും അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, നന്ദി.